പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മണിയുടെ കാര്യത്തിൽ താനെടുത്ത തീരുമാനം വീട്ടിലുള്ളവരോട് തുറന്ന് പറയുന്നതിനായി ഒടുവിൽ കൃഷ് തയ്യാറായിരിക്കുകയാണ്. ഇതേ തുടർന്ന് വീട്ടിലേക്ക് എത്തുന്ന കൃഷ് തന്റെ സുഹൃത്തിനോട് കാര്യങ്ങൾ തുറന്നു പറയുന്നു. ഇനിയും സത്യങ്ങൾ മൂടിവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും അറിയട്ടെ, ഞാൻ കൺമണിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു എന്നുള്ള കാര്യം. ഇത് കേട്ട് ഞെട്ടിപ്പോവുകയാണ് അവൻ. നീ ഇതൊക്കെ ഉറപ്പിച്ചിട്ട് തന്നെയാണോ പറയുന്നത്? വെറുതെ എടുത്തു ചാടി തലവേദന ഉണ്ടാക്കരുത്. എടാ, ഒരു തലവേദനയും ഉണ്ടാവുകയില്ല. ഇതൊക്കെ ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി പിന്തിരിഞ്ഞു പോകാൻ ഉദ്ദേശവുമില്ല. ഞാൻ എൻ്റെതായ കാര്യങ്ങൾ കൃത്യമായി ചെയ്യും. അത് ഉറപ്പു തന്നെയാണ്. ആ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. മനസ്സിലായോ നിനക്ക്? ഇതോടെ അവനാകെ ഞെട്ടിപ്പോകുന്നു. കൃഷിന്റെ സന്തോഷം ഇതോടെ ആന്റിയമ്മ കാണാൻ ഇടയാവുകയാണ്. ഇതോടെ ആന്റിയമ്മ അവന്റെ ഈ സന്തോഷം അധികം നാൾ നീണ്ടു നിൽക്കുകയില്ല എന്ന് മനസ്സിൽ പറയുകയാണ്. ഇതിനുള്ള തിരിച്ചടി ഇവനെ കിട്ടുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവും വേണ്ട. നീ തൽക്കാലത്തേക്ക് സന്തോഷിക്കേ. ബാക്കി പണി വഴിയെ നിനക്ക് തരാം. ആ കാര്യത്തിൽ ഒരു സംശയവും നിനക്ക് വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതേ സമയം കൺമണി വീട്ടിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. ധനലക്ഷ്മിയോട് ഇനിയും എന്നെ ബുദ്ധിമുട്ടിക്കുന്നതിനായി വരികയാണ് എങ്കിൽ തിരിച്ചടി ഉണ്ടാകും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഞാനത് പറഞ്ഞില്ലെന്ന് വേണ്ട. ഇനി കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കുന്നത് പോലെയേ നടക്കൂ. ക്രിഷ് സാർ എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ പിന്തിരിഞ്ഞു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് കേട്ട് ആകെ ഞെട്ടിപ്പോവുകയാണ് ഇപ്പോൾ ധനലക്ഷ്മി. ഇതുവരെ ഇല്ലാത്ത വാശിയാണല്ലോ അവൾ ഇപ്പോൾ കാണിക്കുന്നത്. കൃഷ് കൂടെയുണ്ട് എന്നതിൻ്റെ വാശി തന്നെയാണ് ഇതെന്ന് ധനലക്ഷ്മി ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്നാണ് ധനലക്ഷ്മി കാര്യങ്ങൾ വരുണിനോട് സംസാരിക്കുന്നതിന് തയ്യാറാകുന്നത്. കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. എന്തായാലും ഇങ്ങനെ കാര്യങ്ങൾ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നെ ചതിച്ചതിനുള്ള തിരിച്ചടി കൺമണിക്ക് കൊടുക്കുക തന്നെ ചെയ്യും. അതിനുള്ള ഒരു പ്ലാൻ ഞാൻ പറഞ്ഞു തരാം എന്ന് വ്യക്തമാക്കുകയാണ് വരുൺ. മാത്രവുമല്ല, എന്തൊക്കെ പറഞ്ഞാലും കൺമണിയെ കൈവിട്ട് കളയാൻ ഇനി താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വരുൺ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് കൺമണിയെ ഞെട്ടിച്ച വരുണിന്റെ ചതി നടക്കുന്നത്. ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.